ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, 900 ABC കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതാണ്. കാര്യക്ഷമമായി ഒരു പരിധിവരെയെങ്കിലും ഇത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഈ ABC കേന്ദ്രങ്ങളുടെ വ്യവസ്ഥകൾ കർക്കശമാക്കിയത്. ആ വ്യവസ്ഥകൾ അങ്ങനെ തന്നെ പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ്, 30 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇത്രയധികം തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് യഥാസമയത്ത് ഇതിൻ്റെ പെരുപ്പം തടയുന്നതിന് വേണ്ടി സർക്കാരിനോ ഈ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന് ഈ ഗാർബേജിൻ്റെ പ്രശ്നം, അത് ആക്ടിവിസ്റ്റുകൾ പറയുന്ന പ്രശ്നമാണ്. ആ പ്രശ്നവും അഡ്രസ് ചെയ്യണം. ഇത്തരം ഒരു വിഷയം മറ്റൊരു പ്രശ്നമുണ്ട്, ഈ ബ്രീഡിംഗ് കേന്ദ്രങ്ങൾ അതിങ്ങനെ കൂണ് പോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും. അതിന് പ്രത്യേകിച്ച് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താതെ ഈ ബ്രീഡിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തോന്നുമ്പോൾ നമ്മൾ വീടുകളിലേക്ക് നായയെ വാങ്ങുന്നു, നമുക്ക് സൗകര്യമില്ലാത്തപ്പോൾ നായയെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നു. അതുകൂടിയുണ്ട് ഇതിൻ്റെ ഈ പ്രശ്നം വഷളാക്കുന്നത്, അതുകൂടിയാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പലതരത്തിലുള്ള പുതിയ ബ്രീഡുകൾ പുറത്തു നിന്നൊക്കെ വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഈ അമേരിക്കൻ ബുള്ളി ആണെങ്കിലും പിറ്റ്ബുൾ ആണെങ്കിലും റോട്ട് വീലർ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കുഴപ്പം പിടിച്ച ബ്രീഡുകൾ ഇഷ്ടം പോലെയാണ്. അതിനെയാണ് കൂടുതൽ ആളുകൾ പോറ്റുന്നത്. അപ്പോൾ അതിൽ തന്നെ ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരു മടുപ്പ് വരും. ഇപ്പോൾ ഏത് മനുഷ്യരും ഞാൻ നായ വളർത്തുന്ന ആളാണ്, എനിക്ക് തന്നെ സ്വാഭാവികമായി ഒരു ചില സമയത്തൊക്കെ തോന്നും ഇത് ശല്യമായിട്ടുണ്ടല്ലോ എന്ന് ആർക്കും തോന്നും. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണിത്. അപ്പോൾ അങ്ങനെ തോന്നുന്നത് ഓരോരുത്തരുടെയും, ഇപ്പോൾ എന്നാലും ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതിയെങ്കിൽ, വേറൊരാൾക്ക് അങ്ങനെയല്ല. അയാൾ ചിലപ്പോൾ ഇതിനെ എടുത്ത് റോഡിലേക്ക് ഇറക്കി വിടുക ചെയ്യുക, തെരുവിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുക. അത് അവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ട് വേറെ മറ്റ് ഈ തെരുവുനായ്ക്കളുമായി മേറ്റ് ചെയ്യുകയും അങ്ങനെ ഇതിൻ്റെ പുതിയ ബ്രീഡുകൾ ഉണ്ടാവുകയും വിചിത്രമായ തരത്തിൽ ഇവരൊക്കെ ആളുകളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും.